ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെയർ കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് താരൻ മാറാനുള്ള ഒരു ഹോം മെയ്ഡ് ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് നമുക്ക് ആവശ്യമുള്ളത് കീഴാർനെല്ലി എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ്. ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണാവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇലയുടെ അടിയിൽ കടുകുമണി പോലെ ചെറിയ കായകൾ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അത് ഒരു 4-5 ചുവട് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് വേണ്ടത് കുതിർത്ത ഉലുവയാണ്. ഇത് തലേ ദിവസം കഞ്ഞിവെള്ളത്തിൽ കുതിർക്കാനിട്ടതാണ്. 1 ടേബിൾ സ്പൂണോളം ഉലുവ കുതിർക്കാനിട്ടിരുന്നു. മുടി വളർച്ചയ്ക്കും താരനും അഴുക്കുമൊക്കെ മാറുന്നതിനും കഞ്ഞിവെള്ളവും ഉലുവയും നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പോൾ നമുക്ക് കീഴാർനെല്ലിയും നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ വേരിൻ്റെ ഭാഗമെല്ലാം കട്ട് ചെയ്ത് ഇല മാത്രമായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ കീഴാർനെല്ലി കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം കുതിർത്ത ഉലുവയും തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു കിട്ടണം. കുതിർത്ത ഉലുവയും കീഴാർനെല്ലിയും പേസ്റ്റ് രൂപത്തിൽ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒരു തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നതാവും നല്ലത്. ഒരു പാത്രത്തിലേക്ക് ഇവിടെ ഒരു ഷാൾ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് അരച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഉലുവയും കഞ്ഞിവെള്ളവും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു പേസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് അരിപ്പയിൽ അരിച്ചെടുത്താൽ നമുക്ക് മുഴുവൻ സത്തും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഒരു തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നതാവും നല്ലത്. അപ്പോൾ എല്ലാം ഈ തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. മിക്സിയിൽ നന്നായി അരച്ചെടുത്താലും ഇലയുടെയും ഉലുവയുടെയും ഒക്കെ ചെറിയ അംശങ്ങൾ അരയാതെ കിടക്കുന്നുണ്ടാവും. നമ്മൾ അരച്ചെടുത്ത് അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം മുടിയിൽ പറ്റിപ്പിടിച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുടിയൊക്കെ വേറെടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത് തലയിൽ പുരട്ടുകയാണെങ്കിൽ നമുക്ക് കഴുകിക്കളയാനും എളുപ്പമാണ്. ഇനി മുടിയിൽ അല്പം എണ്ണയെല്ലാം പുരട്ടിയതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതൊരു പാക്കും തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തലമുടി നന്നായി ചീകി കെട്ടെല്ലാം കളഞ്ഞ് അല്പം എണ്ണ തലയോട്ടിയിലും തലമുടിയിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച് 5 മിനിറ്റ് കെട്ടിവെച്ച ശേഷം പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കൂടുതൽ എണ്ണ പുരട്ടിയാലും കുഴപ്പമില്ല. ഉലുവയും കഞ്ഞിവെള്ളവും ചേർന്നതുകൊണ്ട് തന്നെ കഴുകുമ്പോൾ എക്സസ് ആയിട്ടുള്ള എണ്ണയെല്ലാം നമ്മുടെ മുടിയിൽ നിന്ന് മാറുന്നതാണ്. തലയൊട്ടിയും തലമുടിയും ക്ലീൻ ആകുന്നതിന് ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കീഴാർനെല്ലി താരൻ മാറുന്നതിന് നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്ലൈ ചെയ്ത് 10-15 മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം കഴുകിക്കളയാം. സാദാ പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. നാച്ചുറൽ പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചാൽ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകാനിടയാകും. താളിയോ താളിപ്പൊടിയോ ഒക്കെ ഉപയോഗിച്ച് ഇടയ്ക്കൊക്കെ കഴുകാം. ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയിൽ എല്ലാ ദിവസവും പുറത്തു പോകുന്നവരാണെങ്കിൽ തലയിൽ വിയർപ്പും അഴുക്കുമൊക്കെ കൂടാൻ കാരണമാകും. അങ്ങനെയുള്ളവർക്ക് ആഴ്ചയിലൊരിക്കൽ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്. 1 മഗ് വെള്ളത്തിൽ 1 സ്പൂൺ ഷാമ്പു കലക്കി നന്നായി പതപ്പിച്ച് തലയിൽ അപ്ലൈ ചെയ്ത് കഴുകിക്കളയാവുന്നതാണ്. നമ്മുടെ ഈ നാച്ചുറൽ പാക്ക് തലയുടെ പുറകു ഭാഗത്ത് പുരട്ടുന്നതിന് മുടി ഇങ്ങനെ മുൻപോട്ടിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കട്ടിയുള്ളൊരു പാക്ക് ആയതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് നിന്നായാലും ഇത് അപ്ലൈ ചെയ്യാം. ഒഴുകിപ്പോകുമെന്ന പേടി വേണ്ട. ബാക്കിയുണ്ടെങ്കിൽ മുടിയിലും നമുക്ക് പുരട്ടാവുന്നതാണ്. പാക്കെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുടി ഒന്ന് കെട്ടി വയ്ക്കാം. 10-15 മിനിറ്റ് കെട്ടി വെച്ചാൽ മതിയാകും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.